ഇന്ന് രാവിലെ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറുമ്പോൾ ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു വീഡിയോ എങ്കിലും ഞാൻ പ്രോപ്പറായിട്ട് എടുക്കണം, മിസ്റ്റേക്കൊന്നും വരുത്തരുത് എന്നുള്ളത്. എന്തായാലും ഞാൻ ഏകദേശമൊക്കെ പ്രോപ്പറായി തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആണ്. ഇത് പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഞാൻ എൻ്റേത് ഇവിടെ ഇടണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാനത് ബോയിൽ ചെയ്ത്, അതായത് എണ്ണയിൽ മാത്രം ഇട്ട് പൊരിച്ചാൽ ചിലപ്പോൾ ഞാൻ വെക്കുന്നതുകൊണ്ട് അത് വെന്തില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു, ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനത് വേവിക്കാൻ വെച്ചു. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് പോയിട്ട് മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് ഞാൻ എടുത്തത് മുളക് പൊടി, ആദ്യം ഞാൻ ചിക്കൻ മസാല ഇട്ടു കേട്ടോ. ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഞാൻ വാരിക്കോരിയിട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്തിരി ഇട്ടുള്ളൂ, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു അതും, മല്ലിപ്പൊടീൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം ഞാൻ അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. ഈ വെള്ളം ആ ഉരുളക്കിഴങ്ങ് വെന്ത വെള്ളം ഒഴിക്കുന്നതായിരുന്നു നല്ലത്, പക്ഷെ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു. എന്നിട്ട് പിന്നെ അതവിടെ സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിനെ പോയിട്ട് വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് മസാലയിലേക്ക് ഇടണം. എന്നിട്ടത് നല്ലപോലെ മിക്സ് ആക്കണം മസാലയിൽ. ഇത് ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം കുക്കാകാനാണ് ഞാൻ വെച്ചത്, പക്ഷേ ഇത് ഓവർ കുക്കായിപ്പോയി. മസാല തേക്കുമ്പോൾ പൊട്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അത് കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് നോക്കുമ്പോൾ എണ്ണ പൊട്ടിത്തെറിയായിരുന്നു ഫുള്ള്. എവിടെ നിന്നാണ് വെള്ളം വന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് അതിലേക്കിട്ടു പൊരിച്ചെടുത്തു. തട്ടിയും മുട്ടിയും വലിയ കേടുകളൊന്നും ഇല്ലാതെ ഒരു വിധം ഇതാക്കിയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ അടുക്കളയ്ക്കല്ല. അങ്ങനെയല്ല ഗൈസ്, വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കണ്ണ് കാണാത്തതാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ ഗൈസ്, ബൈ. നെക്സ്റ്റ്